നമസ്കാരം. ദുരന്തങ്ങളെയും അപകടങ്ങളെയും ഒക്കെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്ന ശൈലിയാണ് ഇന്ന് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സതീശനും സുധാകരനും. വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിക്കും സിദ്ദിഖിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങളെ ഇല്ലാതാക്കാൻ പുതിയ ക്യാപ്സ്യൂളുമായി സതീശൻ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അവതരിക്കുകയുണ്ടായി. അവരുടെ മുമ്പിൽ നിന്ന് അടിച്ചുവിട്ട ക്യാപ്സ്യൂളുകളൊക്കെ പൊളിഞ്ഞപ്പോൾ അവസാനം കണ്ടം വഴി ഓടേണ്ട അവസ്ഥയും വന്നു. ഈ വയനാട്ടിലെ ജനങ്ങൾ, പ്രതിഷേധക്കാർ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി MP-ക്ക് എന്താണ് പണി? സിദ്ദിഖിനെ എന്തിനാണ് ഞങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ച നിയമസഭയിലേക്ക് വിട്ടിരിക്കുന്നത്? വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? എന്ത് ചോദിച്ചാലും സർക്കാരൊന്നും ചെയ്തില്ല, വനംവകുപ്പ് മന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്, ചോദ്യങ്ങൾ ഉയരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് യാതൊരു ജയസാധ്യതയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും പറയുന്നുമില്ല. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ സിദ്ദിഖിനും യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ പിന്നെ മെഴുകാതെ വേറെ വഴിയില്ല. അങ്ങനെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് എല്ലാം സർക്കാരിൻ്റെ വീഴ്ചയാണ്, അനാസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് പൊളിക്കുകയാണ്. അതിനിടയിൽ മാധ്യമപ്രവർത്തകർ സത്യത്തിൽ സിദ്ദിഖിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ എന്താണ് പണി? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവരവിടെ പോകുന്നില്ല? രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മണ്ഡലത്തിലേക്ക് വരുന്നില്ല എന്നൊക്കെ ചോദ്യം ചോദിച്ചപ്പോൾ കിടന്ന് ഉരുളുകയാണ്. എന്തായാലും ആദ്യം തന്നെ സതീശന്റെ ആ സങ്കടം പറച്ചൽ, ആ കപട സങ്കടം പറച്ചൽ ഒന്ന് കാണാം. നമ്മൾ ജീവിക്കുന്ന ഒരു മേഖലയിൽ ആ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു. ബത്തേരി നിയോജകമണ്ഡലത്തിൽ മാത്രം 5 കടുവയാണ് ഇറങ്ങിയിരിക്കുന്നു. ആന ഇറങ്ങുന്നു. കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുമോ? ഒരു പുല്ല് വെട്ടാൻ പറ്റുമോ? പാല് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ ചോദിച്ചാൽ നിയമസഭയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഒരു ആരാധനാലയത്തിൽ പോകാൻ പറ്റുമോ? എന്തൊരു ഭീതിയാണ്! ആ പ്രദേശത്ത് മുഴുവൻ ഉപജീവന മാർഗങ്ങൾ വരെ ഇല്ലാതായി. പശുവിനെ കറന്നൊക്കെ ജീവിക്കുന്ന ആളാണ്. പാല് പോലും കൊണ്ടേ കൊടുക്കാൻ പറ്റുന്നില്ല. അത്ര അപകടകരമായ നിലയിലേക്ക് പോവുകയാണ് ഈ മനുഷ്യനും വന്യജീവികളുള്ള സംഘർഷം. ഈ സങ്കടം പറച്ചിൽ സത്യത്തിൽ രാഹുൽ ഗാന്ധിയോടും സിദ്ദിഖിനോടുമാണ് സതീശൻ പറയേണ്ടിയിരുന്നത്. കണ്ടില്ലേ? ഇനി രാഹുൽ ഗാന്ധിക്കും TN സിദ്ദിഖിനും എന്താണ് പണി എന്ന് ചോദിച്ചപ്പോൾ മെഴുകുന്ന മെഴുകൽ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ചോദിക്കട്ടെ, ഏത് MP-ക്ക്, ഇപ്പൊ പാലക്കാട് MP ഇവിടെ ഇരിക്കുന്നുണ്ട്, ചിറ്റൂർ MP-ക്ക് ഇവിടെ ഇരിക്കുന്നത്, MP-മാരാണോ വന്യജീവി ആക്രമണത്തെ നേരിടേണ്ടത്? അല്ല, MLA-മാർക്കെതിരെ എന്ത് പ്രതിഷേധം? അത് വെറുതെ വേറെ വല്ലവരും പറഞ്ഞായിരിക്കും. MLA-ക്ക് എന്ത് ചെയ്യാന്? സതീശൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ? ഇത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. അതായത് ഒരു സർക്കാർ സംസ്ഥാനം ഭരിക്കുമ്പോൾ എന്താണ് ആദ്യം ചെയ്യുക? പ്രതിപക്ഷം തങ്ങളെ ആക്രമിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ജനങ്ങൾ തങ്ങൾക്ക് എതിരാകുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ചെയ്യാതിരിക്കാനാണ് അവർ ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ മിണ്ടാതെ കയ്യും കെട്ടി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കഴിയുന്നതൊക്കെ ഈ സർക്കാർ ചെയ്യുന്നുണ്ട്. വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് വനംവകുപ്പ് മന്ത്രി. പക്ഷേ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. പ്രതിപക്ഷത്തിൻ്റെയും സംഘികളുടെയും അജണ്ടയാണ് മാധ്യമങ്ങളുടെ അജണ്ട. എങ്ങനെയെങ്കിലും വനംവകുപ്പ് മന്ത്രിയെ ഒന്ന് രാജിവെപ്പിക്കണം. ഒപ്പം ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് ജനങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘികളെയും കൊങ്ങികളെയും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജയിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടലുകൾ മുഴുവൻ. എരുതിയിലേക്ക് എണ്ണയൊഴിക്കുകയാണ് മാപ്രകൾ. വയനാട്ടിൽ ഇന്ന് നടന്ന പ്രതിഷേധത്തിൽ തന്നെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് കാണാവുന്നതേ ഉള്ളൂ. അതായത് ഈ പ്രതിഷേധം ഇത്രയും രൂക്ഷമാക്കിയത് ഇവരാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ കൂടുതൽ സംഘികളും കൊങ്ങികളുമാണ്. എന്നിട്ട് ഇത് സർക്കാരിനെതിരെയുള്ള പ്രതിരോധമാണ് എന്നൊക്കെ പറയുമ്പോഴും വാസ്തവം മറ്റൊന്നാണ്. പ്രതിഷേധം മുഴുവൻ രാഹുൽ ഗാന്ധിയോടും സിദ്ദിഖിനോടുമാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ രാഹുൽ ഗാന്ധി MP ഈ മണ്ഡലത്തിലേക്ക് വന്നിട്ടേയില്ല. അവസാനം രാഹുൽ ഗാന്ധി എവിടെ എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുമെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, വയനാട്ടിലെ ജനങ്ങളുടെ ഗതികേട്. ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട MP-യാണ്. മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ മണ്ഡലത്തിലുണ്ടാകുന്ന ദുരന്ത മുഖത്ത് പോലും രാഹുൽ ഗാന്ധിയെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ കിട്ടില്ല. വരും ദിവസങ്ങളിൽ ഒരു ഉന്നതതല യോഗം നടത്താനിരിക്കുകയാണ്. ആ യോഗത്തിലെങ്കിലും രാഹുൽ ഗാന്ധി ഒന്ന് പങ്കെടുത്താൽ മതിയായിരുന്നു. എന്തായാലും ഈ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഇതൊന്നും ഒരു മാധ്യമങ്ങളിൽ കാണിക്കാനുള്ള സാധ്യതയില്ല കേട്ടോ. കാരണം ഒന്നും കൊണ്ടല്ല, ഈ പ്രശ്നം ഉടനെ ഒന്നും പരിഹരിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന 3 വ്യക്തികൾ, ഒന്ന് സംഘികളും കൊങ്ങികളും മാപ്രകളുമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ഒരു മാധ്യമങ്ങളിലും കാണാൻ ഒരു സാധ്യതയില്ല. എന്തായാലും ആ പ്രതികരണം ഒന്ന് നമുക്ക് കേൾക്കാം. വന്യമൃഗങ്ങളെ പിടികൂടുക എന്നത്
എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്ക് അരിക്കൊമ്പൻ്റെ അനുഭവത്തിലും ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഇതിന് പിടികൂടുക എന്നല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. മറ്റൊന്ന് അവർക്കുള്ള സഹായധനം. ഈ രണ്ട് മാർഗങ്ങളല്ലാതെ. അപ്പോൾ പിന്നെന്താണ്, വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് കൂടിയാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ചു കൂട്ടി അവരുടെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ യോഗം 1-2 ദിവസത്തിനകം തന്നെ നടക്കുന്നതാണ്. മന്ത്രിതല സംഘം തന്നെ വയനാട് സന്ദർശിക്കും. അവരുടെ ഒരു ആവശ്യം അതാണ്. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടായോ? അല്ല, ഈ പ്രാഥമികമായി ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് അത്തരം വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ്. പിന്നെ അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും കഴമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സർക്കാരിന് യാതൊരു വൈമുഖ്യവുമില്ല. ഉച്ചയ്ക്ക് 1 മണി കഴിയുന്ന അവിടുന്ന് കൊണ്ടുപോരാൻ അത്രയും സമയം എന്തുകൊണ്ട്? അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇതിനുള്ള സംവിധാനമില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അല്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ എയർലിഫ്റ്റ് സാധിക്കുമെന്ന് പരിശോധിച്ച് നോക്കി. എയർലിഫ്റ്റിങ്ങിൽ നിന്ന് പ്രയാസം സംഭവിച്ചു. എന്നാലും സമാന്തരമായി തന്നെ റോഡ് വഴി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. 2 SP-മാർക്ക് ചുമതല കൊടുത്തു. റോഡ് ബ്ലോക്ക് ചെയ്തു. പരമാവധി വേഗത്തിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് അതിനകത്ത് ഒരു ആശങ്ക, അതങ്ങനെയല്ല എന്നൊരു പരാതി കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ആ പരാതി ഗൗരവത്തിൽ തന്നെ പരിശോധിക്കണം. ഈ മെഡിക്കൽ കോളേജ് വരെ എത്തിക്കാതെ ഈ വരുന്ന വഴിയിൽ സ്വകാര്യ ആശുപത്രികളുണ്ട് ഇത് വിദഗ്ധ ചികിത്സ കിട്ടുന്നത്, അവിടെ എങ്ങും കയറ്റാതെ ഇത്രയും ദൂരം എന്തുകൊണ്ട്? അങ്ങനെ നമുക്ക് പറയാം. നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന ഏറ്റവും നല്ല വിദഗ്ധ ചികിത്സ കിട്ടുന്ന ഒരു കേന്ദ്രമായി സർക്കാർ ആശുപത്രി തന്നെയുണ്ട്. ആ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കാമെന്നാണ് അന്നേരം ആലോചിച്ചത്. വഴിനീളെയുള്ള ആശുപത്രികളെ കുറിച്ചല്ലല്ലോ ആലോചിച്ചത്. ഈ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ ഈ പോളിന് അടക്കം ആക്രമണം ഉണ്ടാകുന്നവർക്ക് സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നൽകണമെന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടു. അല്ല, സ്വകാര്യ ചികിത്സ ചെയ്യുന്നവരുടെ കാര്യത്തിൽ പിന്നെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ചെലവിൻ്റെ പ്രശ്നം ഈ കേസിൽ ഉത്ഭവിക്കുന്നില്ല. ഈ വിംസിലേക്ക് മാറ്റാമായിരുന്നു. അങ്ങനെ പല നല്ല ആശുപത്രി ഉണ്ടല്ലോ. അന്നേരം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അത് കൈകാര്യം ചെയ്യുന്നവർക്കും അന്നേരം തോന്നിയത് ഏറ്റവും നല്ല ചികിത്സ കിട്ടാൻ പറ്റിയ കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്നാണ്. അത് ഡോക്ടർമാരുടെ നിഗമനമാണ്. ആ ഡോക്ടർമാരുടെ നിഗമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നിലപാട് നമ്മളെപ്പോലുള്ളവർക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അല്ല, അവിടുത്തെ ജനങ്ങളാണല്ലോ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമല്ലേ ഡോക്ടർമാർക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. ആ പരിശോധനയിൽ അവിടെ നിന്നുള്ള ചികിത്സ പോരാ, നല്ല കുറച്ചുകൂടി വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് കണ്ടെത്തി. അത് പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് ആ രോഗിയെ, ആ പരിക്കേറ്റ വ്യക്തിയെ, പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിനപ്പുറം ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി കൂടെ, ആ ആശുപത്രിയിൽ കൊണ്ടുപോയി കൂടെ എന്ന് പലതരം അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഡോക്ടർമാർക്ക് തോന്നിയത് നല്ല ചികിത്സ കൊടുക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗവും നല്ല വിദഗ്ധ ഡോക്ടർമാരും ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്നുള്ള നിഗമനത്തിലാണ് അവരെത്തിയത്. സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് സംബന്ധിച്ചൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ മെഡിക്കൽ കോളേജ് ചെലവ് സർക്കാർ എടുക്കാമെന്ന് തീരുമാനിച്ചു. അത് നമ്മുടെ ഊഹയല്ലേ. സർക്കാർ എടുക്കും. അവിടുത്തെ ഡോക്ടർ അല്ല, അത് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ചോദ്യമാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പരിശോധിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ ഉറപ്പാക്കാൻ നല്ലതെന്ന നിഗമനത്തിൽ, അത് ഒരു നിഗമനമാണ്. ആ നിഗമനത്തിൽ എത്തിച്ചേർന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംശയത്തിൻ്റെ അളവുകൾ വെച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ താങ്കളോട് പറഞ്ഞതുപോലെ മനഃപൂർവ്വമായ ഒരു അശ്രദ്ധ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം, ആശങ്ക സ്വാഭാവികമായും കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് അതിനാവശ്യമായ പരിശോധനയും അന്വേഷണവും നടത്തുന്നതിനെക്കുറിച്ച് തന്നെയാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. അല്ല, ചികിത്സാ ചെലവായിട്ട് അന്നേരം ഒരു പ്രശ്നം ഉണ്ടായില്ല. വിദഗ്ധ ചികിത്സ എവിടെ കിട്ടുമെന്നാണ് ആലോചിച്ചത്. അല്ല, ഇനിയെങ്കിലും തന്നെ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. വിദഗ്ധ ചികിത്സ എവിടെ കൊടുക്കാൻ കഴിയുമെന്ന് മാത്രമാണ് ഡോക്ടർമാർ ആലോചിച്ചിട്ടുണ്ടാകുക. അതിൻ്റെ ചിലവാര് വഹിക്കുമെന്ന് അവിടുത്തെ ഡോക്ടർമാർക്ക് ആലോചിക്കേണ്ട പ്രശ്നമില്ല, അവരാലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരാലോചിക്കേണ്ടത് വിദഗ്ധ ചികിത്സ എവിടെയാണ് കൊടുക്കാൻ കഴിയുക. അതിന് ഇന്ന് നമ്മുടെ നിലവിലുള്ള ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്നാണ് അവർ കണ്ടെത്തിയത്. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കൃഷ്ണ. കാരണം എന്താ വെച്ചാൽ 1 വർഷം മുൻപാണ് കടുവ ആക്രമിച്ച തോമസ് എന്ന വ്യക്തിയെ ഇതേപോലെ കൊണ്ടുവരികയും വഴിയിൽ മരണപ്പെടുകയും അത് വിവാദമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങേക്ക് വയനാട് ജില്ലയുടെ ചുമതല കൂടി കൈകാര്യം ചെയ്തൊരു മിനിസ്റ്റർ എന്ന അർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു പരാധീനത അത് മാറേണ്ടതല്ലേ? ഇപ്പോഴും കോഴിക്കോടിനെ ആശ്രയിച്ചാണ് വയനാട് മെഡിക്കൽ കോളേജിന്റെ നിൽപ്പ്. അല്ലാതെ തീർച്ചയായിട്ടും കോഴിക്കോട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ട അനിവാര്യത ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണ് ഇന്നലെ ഉണ്ടായ ദാരുണമായ സംഭവം. ഈ ജനലാശുപത്രി പേര് മാറ്റി എന്നല്ലാതെ ഒരു അടിസ്ഥാന സൗകര്യം അവിടെ ഇല്ല എന്നുള്ള
അതൊക്കെ ഈ അക്രമം ഉണ്ട്, അതൊക്കെ നേരത്തെ നിലവിലുള്ളൊരു സാഹചര്യമാണല്ലോ. നിലവിലുള്ള സാഹചര്യത്തിൽ വിദഗ്ധ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടർമാരുടെ മുമ്പിലുള്ള ആദ്യത്തെ കടമ. ആ കടമ അവർ മനസ്സിലാക്കിയപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. അത് പരിശോധിക്കുന്ന ഡോക്ടർമാരുടെ അവരുടെ ഒരു നിഗമനമാണ്. ആ നിഗമനത്തെ നിങ്ങളെങ്ങനെയാണ് നിഗമനത്തിൽ എത്തിയെന്ന് എങ്ങനെയാണ് ചോദ്യം ചെയ്യുക? ഇനി അതൊന്നും ഞാൻ ഒരു വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട്. ആ നിലപാട് ആവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം? അല്ല, നഷ്ടപരിഹാരത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ദാരുണമായ മരണത്തിൽ ഇവിടെ മാനന്തവാടിയുടെ തരത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമങ്ങളുണ്ടല്ലോ. ആ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള എല്ലാ പരിഹാരങ്ങളും കൊടുക്കും. പിന്നെ അഡീഷണലായിട്ട് കുറേ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ പിന്നീട് പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ കാര്യത്തിലും അങ്ങനെ ഒരു പരിഗണന ഉണ്ടാകുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്. അനീഷിന്റെ കുടുംബത്തിന് കൊടുത്ത അതേ സഹായങ്ങൾ പോളിന്റെ കുടുംബത്തിനും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ കഴിയും, ജോലി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ? അല്ല, അജീഷിൻ്റെ കുടുംബത്തിന് എന്തൊക്കെ ഉറപ്പുകളാണോ കൊടുത്തത് ആ ഉറപ്പുകളൊന്നും മാറേണ്ട കാര്യം. നിങ്ങളതിനെ തെറ്റായ കാര്യം. അജീഷിൻ്റെ കാര്യത്തിൽ 2-3 പ്രശ്നങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് അയക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥിരം ജോലിയുടെ കാര്യം, കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യം, കുട്ടികളുടെ ചെലവ്, കാർഷിക കടങ്ങൾ, ഇതൊക്കെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടാനാണ് അവിടെ തീരുമാനം. അവിടെയുള്ളവർ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ സർക്കാർ അതിനാവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോകും. പോളിന്റെ കുടുംബം അത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം വളരെ വലുതാണ്. അതുകൊണ്ടാണല്ലോ അവർ വാച്ചർ പണിക്ക് താൽക്കാലിക ജീവനക്കാരനായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്കതിനൊരു വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ വെച്ചുകൊണ്ടല്ലേ സർക്കാർ പണം ചെലവഴിക്കാൻ പറ്റുള്ളൂ. സർക്കാർ പണം ചെലവഴിക്കുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത്, അപ്പോൾ ഏതായാലും ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും ആ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു.